സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ ടി വിയിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ നമ്മുടെ സമയം ജാഗരൂകരായി ശ്രദ്ധയോടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അല്ലേ? അതായത് നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുകയാണല്ലേ. നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ യാതൊരു പ്രകോപനമോ ഒരു ഉപദ്രവമോ ഒന്നും തന്നെ ചെയ്യാതെ നമ്മുടെ സാധുക്കളായ ശുദ്ധരായ നമ്മുടെ 26 സഹോദരങ്ങളെ അവരുടെ ഭാര്യമാരുടെയും മക്കളുടെയും പേരക്കുഞ്ഞുങ്ങളുടെയും ഒക്കെ മുമ്പിൽ വെച്ച് നിഷ്കരുണം വധിച്ച ഭീകരരെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി എന്നല്ലാതെ നമുക്ക് മറ്റൊരു രാജ്യത്തെ ഉപദ്രവിക്കുക ഉള്ളത് നമ്മുടെ നിഘണ്ടുവിലില്ല. ഒരു കാരണവുമില്ലാതെ നമ്മൾ സംയമനം പാലിച്ചിട്ടും ഈ രാജ്യം, എനിക്ക് ആ രാജ്യത്തിൻ്റെ പേര് പറയാൻ പോലും സത്യത്തിൽ ഇഷ്ടമല്ല, ഈ അസന്തുലിതമായ ഈ അവസ്ഥ ഇരന്നു വാങ്ങിച്ചതാണ്, നമ്മളോട് ചോദിച്ച് വാങ്ങിച്ചതാണ്. നമ്മൾ എത്ര ശ്രദ്ധയോടും കരുതലോടും ഒക്കെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ സമ്പൽ വ്യവസ്ഥിതി, നമ്മുടെ സംസ്കാരം, നമ്മുടെ പുരോഗതി, അതിദ്രുതം കുതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടെക്നോളജി, ഇതെല്ലാം കണ്ട് വെറി പിടിച്ചിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ഒരു കാരണവുമില്ലാതല്ലേ 26 സഹോദരങ്ങൾ കുടുംബാംഗങ്ങളോടൊപ്പം, അതിൽ 6 ദിവസം പ്രായമായ ഒരു ദാമ്പത്യം. ചിന്തിച്ച് നോക്കൂ, സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കാശ്മീരിലേക്ക് പോയതാണ്. സത്യം പറഞ്ഞാണ്ടല്ലോ, ഇതിന് കുറച്ച് മുമ്പെയാണ് എൻ്റെ സഹോദരനും ഭാര്യയും കൂടെ കാശ്മീരിൽ പോയിട്ട് എത്ര സന്തോഷത്തോടും ആഹ്ലാദത്തോടും നമുക്ക് എത്ര ഫോട്ടോസൊക്കെ അയച്ചു തന്നു. അതുപോലെ തന്നെ എൻ്റെ മക്കളും ഒരു 5-8 മാസം മുമ്പേ കാശ്മീരിൽ പോയി വന്നിട്ടുണ്ട്. ചിന്തിച്ച് നോക്കൂ, ഇങ്ങനെ സന്തോഷത്തോടു കൂടി പോയവരല്ലേ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഒരു പരിഭ്രമം സൃഷ്ടിക്കുന്ന അവസ്ഥ തന്നെയാണല്ലേ. നമ്മുടെ ധീര ജവാന്മാരായിട്ടുള്ള ഭാരതത്തിലെ വീരപുത്രർക്ക് പ്രചോദനവും ആത്മധൈര്യവും കൊടുക്കാനുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ കർത്തവ്യം. ഒരാളുടെ ശരീരത്തിൽ പോലും ഒരു തരി തീപ്പരി വീഴാതെ നമുക്ക് പ്രാർത്ഥിക്കാം. ജവാന്മാരെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ രാജ്യത്തെ കാത്തു രക്ഷിക്കുന്നവരാണ്. ആ അർപ്പണ ബോധത്തോടുകൂടി തന്നെയാണ് അവർ പോയിരിക്കുന്നതും. അവരുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് അല്ലേ. അപ്പോൾ ഞാനൊക്കെ 3-4 ദിവസമായിട്ട് ടി വിയുടെ മുമ്പിൽ തന്നെ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ജോലി അടുക്കളയിൽ പോയി ചെയ്യാൻ പോലും ഒരു സ്വസ്ഥതയില്ല. എന്തായി എന്നാണ്. കൂടുതലായിട്ട് ഞാൻ ഇത്തരണത്തിലൊന്നും പറയുന്നില്ല. ഒക്കെ സമാധാനപരമായിട്ട് പര്യവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ ജവാന്മാർക്ക് വേണ്ടി ഇതിൽ നമുക്ക് ഒരുപാട് വാഴ്ത്തിപ്പാടേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി. അദ്ദേഹം സൈന്യത്തിന് പൂർണ്ണ അധികാരം കൊടുത്തിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ. പിന്നെ ജാതി മത ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടുകൂടിയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് അല്ലേ. അതാണ് നമ്മുടെ രാജ്യം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സമാധാനത്തിന് വേണ്ടി മാത്രം, എല്ലാ നന്മകളും വേണ്ടി അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെന്നും, നമ്മളോട് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ലത്. വിനാശകാല് വിപരീത ബുദ്ധി എന്നല്ല എന്താ പറയുക. ഒരു കുഞ്ഞു വീഡിയോ ഈ സമയത്ത് എനിക്ക്
ചെയ്യണമെന്ന് തോന്നി. ഇപ്പോഴും ന്യൂസ് കേട്ടോണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച്.